ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ കയ്യിലും പഴയ സ്ലിപ്പേഴ്സ് ഉണ്ടാവില്ലേ? ഒരുപാട് നാളായിട്ട് ഇട്ടിട്ട് മതിയായിട്ട് ഇരിക്കുന്ന സ്ലിപ്പേഴ്സ്. അതിന് നമുക്കൊരു അടിപൊളി ന്യൂ ലുക്ക് കൊണ്ടുവന്നാലോ? ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സ്ട്രാപ്പ് അഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പഴയൊരു ജീൻസിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കുക. ഞാനിത് ജീൻസിൻ്റെ താഴ്ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ചുറ്റും വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചതിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ചെരുപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ജീൻസിൻ്റെ തുണി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജീൻസിൻ്റെ മറുഭാഗത്തായിട്ട് ഇതുപോലെ ചെരുപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ജീൻസിൻ്റെ തുണി ഇതിൻ്റെ ചുറ്റും കവർ ചെയ്തിരിക്കണം. ഫ്രണ്ടിലും ബാക്കിലും ആ വളവുള്ള ഭാഗമല്ലേ, അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ തുണി ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നല്ല കറക്റ്റായിട്ട് ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചുറ്റും ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ജീൻസിൻ്റെ ഒരു തുണിയും കൂടി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ സ്ട്രാപ്പ് ഇതുമേ വെച്ച് കൊടുക്കുക. സ്ട്രാപ്പിന് ചുറ്റും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചതിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ മടക്കി വേണമെങ്കിൽ നമുക്ക് തുന്നി കൊടുക്കാം. അതല്ല ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റേ സൈഡും ഒട്ടിച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇപ്പോൾ 2 സൈഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചെരുപ്പിൽ ഈ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട് 3 ഹോൾ ഉണ്ടായിരുന്നില്ലേ, ആ ഹോളിൻ്റെ സ്ഥാനത്ത് നമ്മുടെ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്ട്രാപ്പ് കടക്കാൻ പാകത്തിന് തുണി ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു തുണിയാണ്. ഈ തുണി നമ്മൾ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഫോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇനി 2 സൈഡിൽ നിന്നും നടുക്കിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കിൽ നമ്മൾ 2-3 ഞൊറികൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ നമുക്കൊരു ബോർഡ് ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ തുന്നി കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലൊരു തുണി എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോ ഇല്ലേ, ആ ബോയുടെ നടുക്കിലായിട്ട് നമ്മൾ തുന്നിക്കൊടുത്തില്ലേ, ആ തുന്നിയത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ വച്ചിട്ട് അടിഭാഗത്തായിട്ട് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോ കിട്ടിയിട്ടുണ്ട്. ഈ ബോ നമ്മുടെ ചെരുപ്പിൻ്റെ സ്ട്രാപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് നടുക്കിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ഈ ചെരുപ്പ് ഇട്ട് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്